എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശാണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, എനിക്കറിയാം ട്രംപിന്റെ വലിയൊരു വക്താവാണ്. പക്ഷേ ജഗത്, നമുക്കത്ര ഇഷ്ടപ്പെടുന്നില്ല ട്രംപിന്റെ കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങളായുള്ള പ്രസ്താവനകൾ. അതായത് ഗൂഗിളും മൈക്രോസോഫ്റ്റും പോലെയുള്ള വൻകിട ടെക് കമ്പനികളിൽ ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതില്ല. മാത്രമല്ല, അത് അമേരിക്കൻസിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയുന്ന ട്രംപിനെയാണ് കാണുന്നത്. നമുക്കറിയാം ലോകത്തെല്ലായിടത്തും ഇന്ത്യൻ വംശജർ ധാരാളമായി കുടിയേറിയിട്ടുണ്ട്. എമിറേറ്റ്സിലും ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റ രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ്. അതൊക്കെ അനധികൃത കുടിയേറ്റങ്ങളല്ല, ലീഗൽ മൈഗ്രേഷൻ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ട്രംപിന് ഇത്ര ഇന്ത്യ വിരുദ്ധത? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിത് കാണുന്നുണ്ട്. എനിക്ക് മനുജയുടെ ചോദ്യത്തിലെ ഒരു ചെറിയ തിരുത്ത് വരുത്തേണ്ട ആവശ്യകതയുണ്ട്. കാരണം മനുജ പറഞ്ഞത് ഞാനൊരു ട്രംപിന്റെ വക്താവായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ട്രംപിന്റെയോ അല്ലെങ്കിൽ GOPയുടെയോ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയോ ഒന്നിന്റെയും വക്താവല്ല. ഞാൻ ഫാക്ട്സ് അനലൈസ് ചെയ്ത ശേഷം എനിക്ക് കിട്ടുന്ന ഡാറ്റ ഞാൻ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഫാക്ട്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ട്രംപിനെ അനുകൂലിക്കേണ്ടി വരുന്ന ഫാക്ട്സുകളാണ് ഉള്ളെന്നുണ്ടെങ്കിൽ അത് അൺബൈസ്ഡ് ആയിട്ട് പറയുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അത് ഞാൻ ഏറെക്കുറെ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പൊതുവേ ഉള്ള ഒരു ലിബറൽ ഔട്ട്ലുക്ക് ഞാൻ അങ്ങനെ സ്വീകരിക്കാറില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും മനസ്സിക്ക് ഞാൻ ഒരു ട്രംപിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഉപയോഗിക്കുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് അൽ ജസീറ, അല്ലെ CNN, MSNBC, CBC തുടങ്ങിയ ഒരു മാധ്യമങ്ങളാണ്. ഒരു ലെഫ്റ്റ് ലിബറൽ ലീനിങ് മാധ്യമങ്ങളാണ് അവരെല്ലാരും കോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാൻഡ്. അപ്പം ഞാൻ ആ മീഡിയാസും ഞാൻ പരിശോധിക്കാറുണ്ട്. അതിന്റെ കൂടെ തന്നെ വാൾ സ്ട്രീറ്റ് ജേർണൽ, ന്യൂയോർക്ക് ടൈംസ്, ന്യൂയോർക്ക് മറ്റുള്ള പ്രധാനപ്പെട്ട ന്യൂസ് മീഡിയകളും ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മളൊരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്ത ശേഷമാണ് ഞാൻ കഴിവതും ഫാക്ട്സുകൾ അവതരിപ്പിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ആൾക്കാരുടെ ഒരു ബയസ് ആണെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ മനുജ ചോദിച്ച ആ ഒരു വിഷയത്തിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ട ആ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ്. അമേരിക്കയിൽ അനധികൃതമായിട്ട് കുടിയേറി വന്ന ആൾക്കാർ അവിടെ ഉണ്ടാക്കിയ ക്രൈമും മറ്റുള്ള പ്രശ്നങ്ങളും കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസ് തുടങ്ങിയ പല പ്രശ്നങ്ങളിലും അമേരിക്കയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് സൃഷ്ടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ ക്യാമ്പയിനുകളിലെല്ലാം തന്നെ അദ്ദേഹം ഈ കുടിയേറ്റ നയം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലാകാലങ്ങളായിട്ട് GOP അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നയം എന്ന് പറയുന്നത് തന്നെ വളരെ നാരോ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അവർക്ക്, എസ്പെഷ്യലി ഈ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ. അവര് വളരെ സ്ട്രിക്റ്റ് ആണ് ആ ഒരു കാര്യത്തിൽ. അപ്പം ആ ഒരു വിഷൻ അവർ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതിനെ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഇല്ലീഗൽ മൈഗ്രൻസിനെ എല്ലാം പിടിക്കുക, അസൈലം സീക്കേഴ്സിനെ എല്ലാം തടയുക, അല്ലെ അവരെ ജയിൽ ചെയ്യുക, ഡീപ്പോർട്ട് ചെയ്യുക, ക്രിമിനൽസിനെല്ലാം ചങ്ങലക്കിട്ട് ഫ്ലൈറ്റ് കയറ്റിയിടുക. അങ്ങനെ ഇന്ത്യയിലോട്ടും മറ്റുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോട്ടും ഒക്കെ ഫ്ലൈറ്റുകൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇന്നിപ്പം അവിടെ പ്രധാനപ്പെട്ട ഈ ക്രൈസിസ് വരാൻ കാരണം എന്ന് വെച്ചാൽ അമേരിക്കയില് ഈ ഇടയ്ക്ക് നടത്തിയ കുറെ സർവേകളിലും പൊതുവെ ഉള്ള ഇവിടെ അഭിപ്രായങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ അമേരിക്കയിൽ പുതിയതായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള മേഖലയിൽ പഠിച്ചിറങ്ങുന്ന അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ ഇല്ല എന്നുള്ള ഒരു പ്രോബ്ലം ഇപ്പം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഇടയ്ക്ക് എംപ്ലോയബിലിറ്റി ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് ഏറ്റവും തൊഴിൽ കിട്ടാൻ ചാൻസ് കുറവുള്ള ഒരു ഫീൽഡ് എന്നുള്ള രീതിയിൽ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് മുദ്ര കുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസും അതിന്റെ ഡേറ്റയും പുറത്തു വന്നപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ സയൻസും എഞ്ചിനീയറിംഗും തുടങ്ങിയ ആ ഒരു കോർ സബ്ജക്റ്റുകളൊക്കെ 4 വർഷം പോയിട്ട് പഠിച്ചിട്ട് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ചാൻസ് കിട്ടാത്തതിന്റെ കാരണം തന്നെ ഈ അമേരിക്കയിലുള്ള വലിയ ടെക് കമ്പനികൾ അല്ലെ സിലിക്കൺ വാലി ബേസ്ഡ് ആയിട്ടുള്ള ടെക് കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ചൈനീസ് സൗത്ത് ഏഷ്യൻ ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കുറഞ്ഞ വേജസിന് അവരെ പണിയെടുപ്പിക്കുന്നതുകൊണ്ടാണെന്നാണ് അവരുടെയൊക്കെ ഒരു മൊത്തത്തിലുള്ള അനുമാനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിന് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുക, യൂത്തിന്, അമേരിക്കൻ യൂത്തിനെ കൂടുതൽ എംപവർ ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി, ഒരു ബ്രോഡർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവരിപ്പം ഈ ഒരു പുതിയ പോളിസി കൈക്കൊള്ളുന്നത്. ഇപ്പൊ ഇതിനെപ്പറ്റി ട്രംപ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞത്
ജൂലൈ 23 AI ആൻഡ് അമേരിക്കാസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസി റൗണ്ട് ടേബിൾ ബെഡ്മിനിസ്റ്റർ ന്യൂജേഴ്സിയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമ്മേളനത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കോൺഫറൻസിലായിരുന്നു അദ്ദേഹം ഈ പ്രധാനമായിട്ട് ഈ H1B പൈപ്പ് ലൈൻ അദ്ദേഹം ബന്ദ് ചെയ്യുമെന്നും ഈ ലോ വേജ് കോൺട്രാക്ട് ലേബർ എന്നുള്ള ആ ഒരു സംഭവം നിർത്തലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞത്. എസ്പെഷ്യലി ഹൈദരാബാദ്, ബാംഗ്ലൂരിൽ നിന്നുള്ള കമ്പനികളിൽ നിന്ന് ഇവിടെ ഓൺ സൈറ്റ് ജോബിന് വരുന്ന ആൾക്കാരെയൊക്കെ അവരെ നിർത്തുമെന്നാണ് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള വിസകളിൽ ഒരു 85,000 എന്നുള്ള ഒരു നമ്പറിൽ നിന്നും 65,000-ലേക്ക് ക്യാപ്പ് ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 25% വേജ് സർചാർജ് അദ്ദേഹം ഇൻഫോസിസ്, TCS, വിപ്രോ പോലുള്ള ഇന്ത്യൻ ഔട്ട്സോഴ്സിംഗ് കമ്പനികൾക്ക് ചാർജ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ചീപ്പ് ലേബറിന്റെ പുറത്ത് സർചാർജ് ഒക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് ലാഭകരമായിട്ട് ഈ കമ്പനികൾക്ക് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഓൺ സൈറ്റ് പോകുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ജോബുകൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതോ ഒക്കെ കമ്പനിക്ക് നിർത്തേണ്ടി വരും. അപ്പൊ രണ്ട് രീതിയിൽ ഇതിനെ ബാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം TCS, വിപ്രോ പോലുള്ള, ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ കുറഞ്ഞ റേറ്റിൽ വർക്ക് എടുത്തിട്ട് ഇന്ത്യയിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നു, അത് നിർത്തലാക്കും. കാരണം അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആ ഒരു വർക്കിന് അദ്ദേഹം ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു സർചാർജ് ഒക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ലാഭകരമല്ലാതാവും ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനിക്ക്. അപ്പൊ അവർ വിചാരിക്കും അഡീഷണൽ പൈസ കൊടുത്ത് ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന എന്തിനാ, തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ തന്നെ ജോലിക്ക് എടുത്ത് ഇവിടെ തന്നെ ജോലി കൊടുക്കാമെന്ന് വിചാരിക്കും. പിന്നെ H1B വിസ നിർത്തലാക്കുക, അല്ലെ അതിന്റെ ക്വാട്ട കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു രീതിയിൽ വരുന്ന ആൾക്കാരെ അവൈലബിലിറ്റി ഇല്ലാതാവും. ഇപ്പൊ എസ്പെഷ്യലി AI, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ് അങ്ങനത്തുള്ള പല സംഭവങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ IITസിലോ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ശമ്പളവും പിന്നെ ഈ ഒരു ബ്യൂറോക്രാറ്റിക് വിസ ബോട്ടിലിനേക്കും വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പിന്നെ അവരെ ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതിന്റെ കൂടെ തന്നെ കൺകറന്റ്ലി നമ്മൾ അമേരിക്കയിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള എഞ്ചിനീയറിംഗ് പോലുള്ള വിഷയങ്ങൾ പഠിച്ച ശേഷം ജോലി കിട്ടാത്ത യൂത്തിനെ അവരുടെ പ്രോബ്ലം അഡ്രസ് ചെയ്യാന്നുള്ള ഒരു ഡബിൾ സൊല്യൂഷനാണ് ട്രംപ് ഈ ഒരൊറ്റ ഇതിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് അദ്ദേഹം പറയാം. അതിൻ്റെയോടൊപ്പം തന്നെ അതേ സെയിം റൗണ്ട് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ലവ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഐ ഡോണ്ട് ലവ് വാട്ട് ദെയർ IT ഫേംസ് ആർ ഡൂയിങ് ടു അമേരിക്കൻ ഗ്രാജുവേറ്റ്സ്. അതിപ്പോ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കൻ ഗ്രാജുവേറ്റ്സിന് ജോലി കിട്ടാതാവുന്നു, പക്ഷേ അമേരിക്കൻ ഗ്രാജുവേറ്റ്സിന്റെ കോസ്റ്റിൽ ഇന്ത്യക്കാരെ ലവ് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യക്കാരോടുള്ള വിരോധമല്ല ഇതിന്റെ പിന്നിലുള്ള ഒരു മോട്ടിവേഷൻ, അമേരിക്കയിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ വേണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കാരണം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫോക്കൽ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അമേരിക്കക്കാർക്ക് കൂടുതൽ ചാൻസ് കൊടുക്കുക, അമേരിക്ക ഫസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു മോട്ടോയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ H1B വിസയ്ക്കെതിരെയൊക്കെയുള്ള ഇപ്പോഴത്തെ ഒരു ഡയലോഗ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ചില പോളിസി ഇംപ്ലിമെന്റേഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ H1B വിസയുടെ നമ്മളുടെ ഒരു കണക്കുകൾ എടുത്തു എനിക്ക് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം മനസ്സിലാവുന്നുണ്ട് ജഗത്. പക്ഷെ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം ഗ്ലോബലൈസേഷൻ അടക്കമുള്ള ലിബറൽ പോളിസീസ് ഒക്കെ ഏറ്റവും അധികം എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ലോകത്തിനോട് പറഞ്ഞു കൊടുത്തൊരു രാഷ്ട്രം ഇപ്പം ഇത്തരത്തിലൊരു വഴിവിട്ട കളികൾക്ക് തയ്യാറെടുക്കുന്ന അത്ര നല്ലൊരു രീതിയാണോ? അമേരിക്കക്കാർക്ക് അത് ഏത് തരത്തിലാണേലും തിരിച്ചടിയല്ലേ ആവുക. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം, കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വേജ് ഡിഫറൻസിൽ തന്നെ ഇത്രയും ഒരു അവർക്കല്ലേ ഗുണമുണ്ടാവും ഇന്ത്യക്കാരെ ഹയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു മണ്ടത്തരത്തിലേക്കല്ലേ ഇത് മുന്നോട്ട് പോവുക? മാർക്കറ്റിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും. മാർക്കറ്റ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യും. അതാണ് കാലകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സൊല്യൂഷന്റെ ട്രേഡ് ഓഫ് ആയിട്ട് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ IT സർവീസസുകൾ ചിലപ്പോൾ കോസ്റ്റ്ലി ആയിരിക്കും അമേരിക്കക്കാർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ടോട്ടലി ഗ്ലോബൽ IT സർവീസസ് എല്ലാം കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പൊ എസ്പെഷ്യലി ഇപ്പം ഗൂഗിളും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ മേറ്റ പോലുള്ള കമ്പനികൾക്ക് ഇന്ത്യക്കാരെ ഹയർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഹയർ വേജസിന് അവർ US ആൾക്കാരെ അല്ലെന്നുണ്ടെങ്കിൽ തദ്ദേശീയരെ അവർ ഹയർ ചെയ്യുന്ന സാഹചര്യം ആവുമ്പോഴത്തേക്ക് അവരുടെ സർവീസസുകൾക്കുള്ള കോസ്റ്റ് കൂടും. ആ ബർഡൻ ഇവഞ്ച്വലി കസ്റ്റമേഴ്സിന് തന്നെ വരുന്നതാണ്. അവരൊരിക്കലും ബെയർ ചെയ്യത്തില്ല. ഒരു കോർപ്പറേറ്റ് കമ്പനീസും ഇതുപോലത്തുള്ള അഡീഷണൽ എക്സ്പെൻസുകളോ ഒന്നും അവർ ബെയർ ചെയ്യത്തില്ല.
അപ്പൊ അങ്ങനെ നോക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിസ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഇത് നിർത്തുക എന്നുള്ളത് അത് അവരുടെ ആവശ്യമാണ്. കാരണം ഇപ്പം നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിർത്തലാക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. പിന്നെ മനുജ സൂചിപ്പിച്ച ഒരു വസ്തുത എന്ന് വെച്ചാൽ അമേരിക്ക ഒരു ഗ്ലോബലൈസേഷന്റെ അതെ, അമേരിക്ക ഗ്ലോബലൈസേഷന്റെ വ്യക്തമാണ്. അമേരിക്കൻ പ്രോഡക്ട്സ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്, അമേരിക്കൻ ടെക്നോളജിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഈ സംസാരം വി സി ചെയ്യുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ പോലും ഒബ്വിയസ്ലി ഏതെങ്കിലും അമേരിക്കൻ ഫേംസിന്റെ സപ്പോർട്ടോടുകൂടി. അതെ, അവരുടെ ടെക്നോളജിയാണ് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ലോകത്തിന് കൊടുക്കുന്നത്. അവരെല്ലാം കൊടുക്കും, പക്ഷെ അവർക്കൊന്നും ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള സാധനം അവർക്ക് എടുക്കാനും അവർക്കറിയാം. ഇപ്പം ഈ ചീപ്പായിട്ടുള്ള ലേബർ ഒന്നും അവർക്ക് ഇപ്പം ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം അവരുടെ ഗ്രാജുവേറ്റ്സിന് ജോലി കൊടുക്കണം, ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഗ്ലോബലൈസേഷൻ എല്ലാം അവർ ചെയ്യും, ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് അമേരിക്കൻസ് എന്നാണ് ട്രംപ് പറയുന്നത്. അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ഗ്ലോബലൈസേഷനും അവർ ഓപ്പൺ ആണ്, അതിനകത്ത് അവർക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ബട്ട് ഈ പറഞ്ഞ പോലെ അവിടെയുള്ള ആൾക്കാർക്ക് തൊഴിൽ വേണം, അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള വരുമാനം വേണം. യൂത്ത് അൺഎംപ്ലോയിഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ രാജ്യത്തിന് അത് മറ്റുള്ള പ്രോബ്ലങ്ങളും ഉണ്ടാക്കാം. അൺഎംപ്ലോയിഡ് യൂത്ത് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. അപ്പൊ അവരെ അഡ്രസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം AI പോലുള്ള പല നൂതന സാങ്കേതിക വിദ്യകളും വരുമ്പോഴത്തേക്ക് പല ഫീൽഡുകളിലും ലോ സ്കിൽ ജോബ്സ് ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രംപ് AI സമ്മിറ്റിൽ പങ്കെടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ വളരെ മൈനറായിട്ട് മാത്രം പരാമർശിച്ചു പോയ ഒരു സംഭവമാണ് H1 വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ. H1 വിസ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് തന്നെയാണ്. TCS, കോഗ്നൈസന്റ് പോലുള്ള കമ്പനികളൊക്കെയാണ് കൂടുതൽ ഈ ഒരു ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് ട്രംപ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രസംഗം എന്ന് മാത്രമേ എനിക്കിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കേണ്ടതുണ്ട്. അനധികൃത കുടിയേറ്റത്തിനെതിരെ ട്രംപ് നടത്തിയ കുറച്ച് മെഷേഴ്സ് ഉണ്ടായിരുന്നു. അത് ആ ഘട്ടത്തിലൊക്കെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായെങ്കിലും കഴിഞ്ഞ ദിവസം UK-യിലടക്കം ഈ ട്രംപിന്റെ എന്താ പറയാ അനധികൃത കുടിയേറ്റ വിരുദ്ധ നയവും പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ കയ്യടി നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്കോട്ട്ലൻഡിൽ ചെല്ലുന്ന ഘട്ടത്തിൽ ട്രംപ് പറയുന്ന ഒരു വാചകമുണ്ട്, നമ്മുടെ യൂറോപ്പിനെ പിടിച്ചു നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പ് നിലനിൽക്കണമെങ്കിൽ അനധികൃത കുടിയേറ്റം ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ട്രംപിനെ അനുകൂലിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ എന്നാണ് മനസ്സിലാവുന്നത്. ആ വിഷയത്തിൽ കൂടി ഒരു പ്രതികരണം ആവശ്യമുണ്ട്. കാര്യം ട്രംപിനെ വിമർശിച്ചവർ വീണ്ടും ഇപ്പോ ട്രംപിനെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞുള്ള വിഷയം, അല്ലെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു വിഷയം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോഴത്തെ വെസ്റ്റേൺ വേൾഡിൽ, എസ്പെഷ്യലി യൂറോപ്പിൽ. കാരണം യൂറോപ്പിൽ ഒരു മൈഗ്രന്റിന്റെ ഫ്ലഡ് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഒരു 10 വർഷത്തിന് മുന്നേ. ഏംഗല മെർക്കല് ജർമ്മനിയുടെ ചാൻസലർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഫ്ലഡ് ഗേറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പൊ അന്ന് മുതൽ പല മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നിന്നും ഒത്തിരിയും ഇമിഗ്രൻസ്, എസ്പെഷ്യലി ആരബ് ബേസ്ഡ് ഇമിഗ്രൻസ് യൂറോപ്പിലേക്ക് കടന്നു വരികയുണ്ടായി. സ്വീഡൻ, ജർമ്മനി, ഫിൻലൻഡ്, പിന്നെ ഡെൻമാർക്ക്, ഹോളണ്ട് തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇവർ ചെന്ന ശേഷം 1% മുതൽ 2% ഉണ്ടായിരുന്ന അവരുടെ പോപ്പുലേഷൻ ഇപ്പൊ 8% മുതൽ 10% വരെ ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ടെററിസ്റ്റ് ആക്ടിവിറ്റീസും അവിടെ നടക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് നമ്മളിപ്പോ ഈ കാണുന്ന ഒരു റൈറ്റ് വിങ് ഒരു പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു ഉദയം യൂറോപ്പിൽ ഇപ്പൊ സംഭവിച്ചത്. അപ്പൊ ആ പൊളിറ്റിക്കൽ പാർട്ടികൾ പലയിടത്തും അധികാരം നേടുകയോ അല്ലെ അധികാരത്തിന്റെ അടുത്ത് വരെ എത്തുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജർമ്മനിയിലാണെങ്കിൽ AfD പോലുള്ള വലിയ പാർട്ടികൾ വന്നു. അവിടെ ഓൾമോസ്റ്റ് ഈസ്റ്റേൺ ജർമ്മനി ഇപ്പൊ അവരുടെ കൺട്രോളിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴുന്ന സാഹചര്യം ഇപ്പൊ ഇവർ ഈ മൈഗ്രന്റ് ക്രൈസിസ് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പൊ എത്ര മൂടി വെച്ച് കഴിഞ്ഞാലും അവർക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഈ ഇടയ്ക്ക് മാക്രോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലസ്തീനിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള എല്ലാ റെഫ്യൂജീസിനെയും ഫ്രാൻസിലേക്ക് കൊണ്ടുവരുമെന്ന്. അപ്പൊ അത് അവിടെയുള്ള റൈറ്റ് വിങ് പാർട്ടീസിന് ഒരു ഫ്യൂൽ കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഈ കോൺഫെഡറേഷൻ ഓഫ് റൈറ്റ് വിങ് പ്രോഗ്രസീവ് പാർട്ടീസ് എല്ലാം കൂടെ ചേർന്നിട്ട് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു ലോക വലതുപക്ഷ മൂവ്മെന്റിനെ അവരിപ്പം ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഒരു ഗ്ലോബൽ റൈറ്റ് വിങ് ലീഡർ എന്നുള്ള ഒരു പദവി അദ്ദേഹം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് യൂറോപ്യൻ ഇമിഗ്രേഷൻ ക്രൈസിസിനെ കുറിച്ചൊക്കെ അദ്ദേഹം, അല്ലെങ്കിൽ മൈഗ്രേഷൻ ക്രൈസിസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എക്സാക്ട് കോട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, യൂറോപ്സ് മൈഗ്രേഷൻ ക്രൈസിസ് ഈസ് ദ സിംഗിൾ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു വെസ്റ്റേൺ സിവിലൈസേഷൻ ബാർ നൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത്
പാശ്ചാത്യ സംസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രൈസിസ് ആണ് ഈ യൂറോപ്പിന്റെ മൈഗ്രേഷൻ ക്രൈസിസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പല രീതിയിലുള്ള അഭിപ്രായ പഠനങ്ങളും അദ്ദേഹം 2024 മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിനെ തുടർന്ന് പല രാജ്യങ്ങളിലും ഈ പ്രോഗ്രസീവ് കൺസർവേറ്റീവ് യൂണിയൻസുകൾ രൂപീകരിക്കുകയുണ്ടായി. ട്രംപ് അധികാരത്തിൽ എത്തിയ ശേഷം നടന്ന ആദ്യത്തെ ഒരു മീറ്റിംഗിൽ തന്നെ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രോഗ്രസീവ് ആയിട്ടുള്ള കൺസർവേറ്റീവ്സും അവിടെ വന്ന ശേഷം ഈ ഒരു അല്ലെങ്കിൽ ഒരു ക്രൈസിസ്, അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ ക്രൈസിസ്, അല്ലെങ്കിൽ ഇമിഗ്രൻസിനെ പുറത്താക്കുക, ഇല്ലീഗൽ ഇമിഗ്രേഷൻ, ഇങ്ങനത്തുള്ള പല കാര്യങ്ങളും അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരു കൗണ്ടർ എന്നുള്ള നിലയിൽ തന്നെ ലിബറൽ ആയിട്ടുള്ള പല രാജ്യങ്ങളും ഇപ്പൊ ട്രംപിനെതിരെ ഒരു നെക്സസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോ എല്ലാവർക്കും അറിയാം, ഇപ്പം കാനഡയും US ആയിട്ട് ഒരു ചെറിയ ടഗ് ഓഫ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കാനഡ കൂടുതൽ യൂറോപ്പിലെ ലിബറൽ പൊളിറ്റീഷ്യൻസുമായിട്ട് അടുപ്പം ഉണ്ടാക്കുകയും ഈ യൂറോപ്പിൽ നിന്നും കൂടുതൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സപ്പോർട്ട് നേടിയെടുത്തിട്ട് എങ്ങനെ കാനഡയ്ക്ക് US ഡീകപ്പിൾ ചെയ്യാന്നുള്ളതിനെ പറ്റിയാണ് അവരിപ്പം കൂടുതലായിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ട്രംപ് അദ്ദേഹത്തിന്റെ ഈ പാത പിന്തുടരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് വിങ് പ്രോഗ്രസീവ് പാർട്ടികളെല്ലാം ഒറ്റ കുടക്കീഴിലാക്കി അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ഈ ലെഫ്റ്റ് ലിബറൽ കനേഡിയൻ യൂറോപ്യൻ നെക്സസിനെ എതിരെ ഒന്ന് കൗണ്ടർ ചെയ്യാന്നുള്ള ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഔട്ട്റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇതുപോലുള്ള ചില ഡയലോഗുകൾ ഇനിയും നടത്തും. അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. അത് പുതിയ ഡയലോഗ് ഒന്നും അല്ല, ഇത് കാലാകാലങ്ങളായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിന് ആ മൊമെന്റ് ഒന്ന് താഴെ പോകുമ്പോൾ 2 ഡയലോഗ് പറയും, അപ്പം കൂടുതൽ കൈയിടി കിട്ടും. തീർച്ചയായിട്ടും ലാസ്റ്റ് ഡയലോഗ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എന്തായാലും ട്രംപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തുടരേണ്ടതുണ്ട്. എന്തായാലും ട്രംപ് ഇന്ത്യക്കാർക്കെതിരല്ല, അമേരിക്കൻസിന് അനുകൂലമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരുപാട് നന്ദി ജഗത്, മറുനാടിനോട് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്.